എൻ്റെ പേര് അശ്വിൻ. ഇന്ന് നമ്മൾ ഡിപ്ലോമയുടെ 5th സെമസ്റ്ററിലെ RAC റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ്ങിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ മൊഡ്യൂൾ വൈസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഇമ്പോർട്ടന്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ടോപ്പിക്കുകൾ മാത്രമായിരിക്കും നമ്മൾ സംസാരിക്കുക. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് വരുന്നത് ആദ്യം പഠിക്കേണ്ടത് നമുക്ക് തെർമോഡൈനാമിക് പ്രോസസ്സുകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് ബേസിക് കൺസെപ്റ്റുകൾ. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഐസോബാറിക് പ്രോസസ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എന്താണ്, അതായത് പ്രഷർ റിമൈൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ പ്രോസസ്. ഇപ്പോൾ നിങ്ങൾ ഈ ഗ്രാഫ് നോക്കി മനസ്സിലാവും, പോയിന്റ് എയിലും പോയിന്റ് ബിയിലും ദ പ്രഷർ ഈസ് കോൺസ്റ്റന്റ്. നിങ്ങൾക്ക് നോക്കി മനസ്സിലായിരിക്കും. അതായത് എ എന്നുള്ള പോയിന്റ് നോക്കുക, ബി എന്നുള്ള പോയിന്റ് നോക്കുക. ഈ രണ്ട് പോയിന്റിലും പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ബട്ട് ദ വോളിയം ഈസ് ഇൻക്രീസിങ്. ഓക്കെ, ദെൻ അടുത്തതാണ് ഐസോകോറിക് പ്രോസസ്. അതെന്താണ് ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വോളിയാണ് കോൺസ്റ്റന്റ്. അതായത് എൻറ്റയർ പ്രോസസ്സ് നോക്കുമ്പോൾ വോളിയം റിമൈൻസ് കോൺസ്റ്റന്റ്. നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും, പോയിന്റ് എയും പോയിന്റ് ബിയും ഉണ്ട്. അതിൽ ഇനീഷ്യൽ സ്റ്റേറ്റിലാണെങ്കിലും ഫൈനൽ സ്റ്റേറ്റിലാണെങ്കിലും ഇവിടെ എന്താ കോൺസ്റ്റന്റ്? വോളിയം കോൺസ്റ്റന്റ് ആണ്, ബട്ട് ദ പ്രഷർ ഈസ് ഇൻക്രീസിങ്. സോ ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഐസോകോറിക് പ്രോസസ്. ഓക്കെ, ദെൻ തേർഡ് പ്രോസസ്സാണ് ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണ്, ഇവിടെ ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ എന്താ പറയുക, ദ ഐസോതെർമൽ പ്രോസസ് വിച്ച് ഈസ് എ തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് ദ ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, അടുത്തതാണ് അഡയബാറ്റിക് പ്രോസസ്. ഇവിടെ എന്താ പറയുന്നത്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് ഒക്കേഴ്സ് വിത്തൗട്ട് ട്രാൻസ്ഫറിങ് ഹീറ്റ് ഓർ മാസ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. അപ്പോൾ എന്താ നമ്മൾ പറയുക, ദർ ഈസ് നോ എനി ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഓർ മാസ് ബിറ്റ്വീൻ ദ സിസ്റ്റം. നിങ്ങൾക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും, പോയിന്റ് 1ഉം പോയിന്റ് 2ഉം. ഓക്കെ, ഇതാണ് നിങ്ങൾ ബേസിക് ആയിട്ട് പഠിക്കേണ്ടത്. ഇനി നമുക്ക് റെഫ്രിജറേഷനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, എന്താണ് റെഫ്രിജറേഷൻ? അതായത് ഡെഫിനേഷൻ എന്താ നോക്കാം. ഓക്കെ, അതായത് refrigeration may be defined as a process of removing heat from a substance under controlled conditions. അതായത് എന്താ ചെയ്യുന്നത്, we are removing heat from a substance. എന്താ പറയുന്നത്, it also includes the process of reducing and maintaining the temperature of a body below the general temperature. എന്താ ചെയ്യുന്നത്, കുറയ്ക്കുന്നുണ്ട്, റെഡ്യൂസിങ് ചെയ്യുന്നുണ്ട്, പിന്നെന്താ മെയിൻറ്റെയിനിങ് കൂടെ നടക്കുന്നുണ്ട്. ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് മെയിൻറ്റെയിനിങ് the temperature okay below the general temperature. പിന്നെന്താ പറയുക, the refrigeration means a continued extraction of heat from a body whose temperature is already below the temperature of its surroundings. Okay, ഇത്രയാണ് റെഫ്രിജറേഷന്റെ ബേസിക് ഡെഫിനിഷൻ. ഈ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. പ്രിൻസിപ്പിൾ എന്താ, സിമ്പിൾ ആണ്. എന്താണ്, അതായത് സിംപ്ലി പാസ് എ കോൾഡർ ലിക്വിഡ് കണ്ടിന്യൂസ്ലി അറൌണ്ട് ദ ഒബ്ജെക്ട് ഓഫ് ദാറ്റ് ടു ബി കൂൾഡ്. അതായത് നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഒരു കൂളർ ലിക്വിഡ് നിങ്ങൾക്ക് തണുപ്പിക്കേണ്ട ഒരു ഒബ്ജക്റ്റിന്റെ മുകളിലൂടെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ദിസ് വിൽ ടേക്ക് ഹീറ്റ് ഫ്രം ദ ഒബ്ജെക്ട് ഡ്യൂ ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ്. മനസ്സിലായല്ലോ, ദ ഒബ്ജെക്ട് ലൂസസ് ഹീറ്റ് ടു ദ റെഫ്രിജറന്റ് ലിക്വിഡ്. അതായത് നിങ്ങൾ ഒഴിക്കുന്നത് റെഫ്രിജറന്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യും ബൈ ദാറ്റ് റെഫ്രിജറന്റ്. ഓക്കെ, ദ റെഫ്രിജറന്റ് ഇൻ ടേൺ ഈസ് ഹീറ്റഡ് ഡ്യൂ ടു ഹീറ്റ് അബ്സോർപ്ഷൻ ഫ്രം ദ ബോഡി. ദെൻ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് COP അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. എന്താണ് COP? ദ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഓർ COP എന്താ പറയുന്നത്, നമുക്ക് 3 എണ്ണത്തിന് പഠിക്കാണ്ട്, ഹീറ്റ് പമ്പ്, റെഫ്രിജറേറ്ററും അതുപോലെ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന് പഠിക്കുന്നുണ്ട്. എന്താണത്, കോമൺ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം, COP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ഡിവൈഡ് ബൈ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. അതാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. നമുക്ക് എങ്ങനെ പറയാൻ കഴിയും, അതായത് റേഷ്യോ ഓഫ് യൂസ്ഫുൾ ഹീറ്റിംഗ് ഓർ കൂളിംഗ് പ്രൊവൈഡഡ് ടു വർക്ക് റിക്വയർഡ്. കണ്ടോ, അതാണ് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. ഓക്കെ, അത് നമുക്ക് എങ്ങനെ ഇക്വേഷൻ ആയിട്ട് എഴുതാം, COP = Q/W, where Q is the amount of heat extracted and W is the work done. ഇത് എന്താണ്, ഇത് റെഫ്രിജറേറ്ററിന്റെ ആണ്. ഓക്കെ, ഇതിന് അടുത്ത് നമുക്ക് യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ നോക്കാം. എന്താണ് യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ, നമ്മൾ എങ്ങനെ പറയും, അത് നമ്മൾ ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്നാണ് ഡിനോട്ട് ചെയ്യുക, അല്ലെങ്കിൽ TR. ഓക്കെ, എന്താ ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ എമൗണ്ട് ഓഫ് റെഫ്രിജറേഷൻ എഫക്ട് produced by the uniform melting of 1 ton, അതായത് 1 ton എന്ന് പറഞ്ഞാൽ 1000 kg of ice from 0 degree in 24 മണിക്കൂർ. അങ്ങനെയാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുക. എങ്ങനെ പറയുന്നത്, അതായത് എമൗണ്ട് ഓഫ് റെഫ്രിജറേഷൻ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ദ യൂണിഫോം മെൽറ്റിംഗ് ഓഫ് 1 ton, അതായത് 1000 കിലോഗ്രാം ഓഫ് ഐസ് ഫ്രം 0 degree Celsius in 24 മണിക്കൂർ. ഓക്കെ, ഇനി നമുക്ക് കൂടെ പഠിക്കാനുള്ളത് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്താണെന്നുള്ളതാണ്. എന്താണ് എയർ റെഫ്രിജറേഷൻ സൈക്കിൾ? അതായത് ഇൻ ഓൾഡൻ ഡേയ്സ് എയർ വാസ് വൈഡ്ലി യൂസ്ഡ് ഇൻ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് അവൈലബിലിറ്റി ഓഫ് ഫ്രീ ഓഫ് കോസ്റ്റ്. പണ്ട് എയർ ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. എന്താ അതിന്റെ ഒരു പ്രശ്നം എയറിനുണ്ടായിരുന്നത്, എയർ ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് ഫേസ്. അതായത് അതിന്റെ ഫേസ് ചേഞ്ച് ആവില്ല. പിന്നെ എന്താ ഉണ്ടാവുക, ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ തന്നെ റിമെയിൻ ചെയ്തുകൊണ്ടിരിക്കും ത്രൂ ഔട്ട് ദ സൈക്കിൾ. സോ എന്താണ്, അതായത് ഹീറ്റ് ക്യാരിയിങ് കപ്പാസിറ്റി വിൽ ബി വെരി ലെസ് ഫോർ എയർ. എന്താ കാരണം, ബിക്കോസ് ദർ ഈസ് നോ എനി ഫേസ് ചേഞ്ച് ഇൻ കേസ് ഓഫ് എയർ. ഓക്കെ, ഇനി നമുക്ക് 2 കേസ് കൂടെ പഠിക്കാണ്ട്, ഒന്ന് ഓപ്പൺ എയർ റെഫ്രിജറേഷൻ സൈക്കിളും 2 ക്ലോസ്ഡ് എയർ റെഫ്രിജറേഷൻ സൈക്കിളും. ഒന്ന് ഓപ്പൺ എയർ റെഫ്രിജറേഷൻ സൈക്കിൾ നോക്കാം. ഇൻ ഓപ്പൺ എയർ റെഫ്രിജറേഷൻ സൈക്കിൾ, ദ എയർ ഈസ് ഡയറക്ട്ലി
എന്ത് ചെയ്യും, കോണ്ടാക്ട് ടു ദ സ്പേസ് ടു ബി കൂൾഡ്, അതായത് ഡയറക്ട്ലി എന്ത് ചെയ്യും, പാസ് ചെയ്യും. ഓക്കെ, അലൗഡ് ടു സർക്കുലേറ്റ് ത്രൂ ഔട്ട് ദ കൂളർ ആൻഡ് ദെൻ റിട്ടേൺ ടു ദ കംപ്രസർ ടു സ്റ്റാർട്ട് അനദർ സൈക്കിൾ. ഈ സാധനം ഈ എയർ എന്ത് ചെയ്യും, ഡയറക്റ്റ് നിങ്ങൾക്ക് കൂൾ ചെയ്യേണ്ട സ്പേസിലേക്ക് പോകും. ദെൻ അത് എന്ത് ചെയ്യും, തിരിച്ച് റിട്ടേൺ ടു ദ compressor. Okay, since the air is supplied to the refrigerator at atmospheric pressure, therefore volume of air handled by the compressor and expander will be high. അതായത് എന്താ കാരണം, എയർ ആണ് സപ്ലൈ ചെയ്യുന്നത്. അതായത് എയറിൽ പൊതുവെ എന്ത് കൂടുതലാണ്, ഏരിയ കൂടുതലാണ്. അതായത് ഗ്യാഷ്യസ് സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ അതിന് ഏരിയ കൂടുതലാണ്. സോ എന്ത് വേണം, ഇവിടെ വോളിയം ഓഫ് എയർ ഹാൻഡിൽഡ് ബൈ ദ കംപ്രസർ ആൻഡ് എക്സ്പാൻഡർ വിൽ ബി ലാർജ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, അതായത് അതന്നെ ഇപ്പോൾ കംപ്രസറിന്റെയും അതുപോലെ എക്സ്പാൻഡറിന്റെയും സൈസ് വലുതായിരിക്കണം. ഓക്കെ, another disadvantage of the open cycle system is that moisture is regularly carried away by the air circulated through the cooler space. അതായത് ഈ ഒരു എയറിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഹൈ ആണ്. എന്തായാലും മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടായിരിക്കും. ഇത് എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അതായത് ഇത് കംപ്രസറിനെയും അതുപോലെ അങ്ങനത്തെ എക്യുപ്മെന്റിനൊക്കെ ഡാമേജ് വരുത്താനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെന്താ, അതന്നെ ഫോർമേഷൻ ഓഫ് ഫ്രോസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് എക്സ്പാൻഷൻ, അതായത് ദർ ഇസ് എ ചാൻസ് ഫോർ ഫ്രോസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് എക്സ്പാൻഷൻ പ്രോസസ്. ഇനി അടുത്തതാണ് ക്ലോസ്ഡ് എയർ റെഫ്രിജറേഷൻ സൈക്കിൾ. എന്താ ക്ലോസ്ഡ് എയർ റെഫ്രിജറേഷൻ സൈക്കിൾ, അതായത് ഇവിടെ എന്തുണ്ടാവുന്നത്, നിങ്ങൾ മുകളിൽ പറഞ്ഞ കേസിൽ എയർ ഡയറക്ട്ലി പാസ് ത്രൂ ദ ഏരിയ ടു ബി കൂൾഡ്. ഇൻ ദിസ് കേസ് എന്താണ്ടാവുന്നത്, എയർ ഈസ് പാസ്ഡ് ത്രൂ ദ പൈപ്സ് ആൻഡ് കമ്പോണന്റ് പാർട്സ് ഓഫ് എ സിസ്റ്റം. അതായത് ഇത് പൈപ്പിലൂടെ മാത്രമേ ഈ ഒരു ക്ലോസ്ഡ് എയർ റെഫ്രിജറേഷൻ സൈക്കിളിൽ പാസ് ചെയ്യുള്ളൂ. The air in this system is used for absorbing heat from the other fluid. അതായത് ഇതെന്താ ചെയ്യുന്നത്, ഈ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ തണുപ്പിക്കേണ്ട ഏരിയയിൽ സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ വെള്ളത്തിനെ, ഫ്ലൂയിഡിനെ അവിടെ നിന്നുള്ള ഹീറ്റ് ഈ ഒരു എയർ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പൈപ്പിലൂടെ പോകുന്ന എയർ ആണ് അബ്സോർബ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, the air in the closed system does not come in contact directly with the space to be cooled. മുകളിൽ ഓപ്പണിൽ പറഞ്ഞ പോലെ തന്നെ അവിടെ അങ്ങനെ ഡയറക്റ്റ് എന്തുണ്ട്, കോണ്ടാക്ട് ഉണ്ട്. പക്ഷേ ഇൻ ദിസ് കേസ് ദർ ഇസ് നോ എനി കോണ്ടാക്ട് ബിറ്റ്വീൻ ദ സ്പേസ് ടു ബി കൂൾഡ് ആൻഡ് ദ എയർ. ഓക്കെ, അങ്ങനെയാണ് ഇതിൽ വരുന്നത്. പിന്നെന്താ, ദ ക്ലോസ്ഡ് എയർ റെഫ്രിജറേഷൻ സൈക്കിൾ ഹാസ് ദ ഫോളോയിങ് തെർമോഡൈനാമിക്സ് അഡ്വാൻറ്റേജ്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് നോക്കാം. ഒന്ന്, it can work at a suction pressure higher than that of the atmospheric pressure. Therefore, the volume of air handled by the compressor and expander are smaller as compared to open air refrigeration cycle system. ഞാൻ നേരത്തെ പറഞ്ഞു, ഓപ്പൺ എയറിൽ എന്താണ്, നിങ്ങൾ എക്സ്പാൻഡറിൻ്റെ കംപ്രസറിൻ്റെ സൈസ് വിൽ ബി ലാർജ്. പക്ഷേ ഇൻ ക്ലോസ്ഡ് സിസ്റ്റം ദ സൈസ് വിൽ ബി ലെസ്. പിന്നെന്താ പറയുക, the operating pressure ratio can be reduced, which results in higher coefficient of performance. Here, the coefficient of performance will be high. Okay, ഇനി നമുക്ക് 3 കേസാണ് നോക്കാനുള്ളത്. അതായത് റെഫ്രിജറേറ്റർ, ഹീറ്റ് എഞ്ചിൻ, ഹീറ്റ് പമ്പ്. ഫസ്റ്റ് ഫിഗർ പറയുന്നത് ഹീറ്റ് എഞ്ചിൻ്റെയാണ്. ആ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. T2 വിൽ ബി ദ ഹോട്ട് ബോഡി അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ, T1 വിൽ ബി ദ കോൾഡ് ബോഡി. ഹീറ്റ് എഞ്ചിനാണ് ഇ. അതുപോലെ എന്താ, വർക്ക് ഡൺ. ഓക്കെ, ദെൻ ഇൻ സെക്കൻഡ് ഫിഗർ നോക്കൂ, T2. ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ആ ഒരു ഡയറക്ഷനാണ്, അതായത് ഹീറ്റ് ഫ്ലോ ഡയറക്ഷനാണ്. ഓക്കെ, T2 ഇക്ക്, അതായത് എഞ്ചിനിക്ക്, ഹോട്ട് ബോഡിയിൽ നിന്ന് എഞ്ചിനിക്ക് ഡയറക്ഷൻ വരുന്നുണ്ട്. പക്ഷേ തിരിച്ച് നോക്കൂ, രണ്ടാമത്തെ ഫിഗർ നോക്കൂ, ബി ഏതാണ്, ബി റെഫ്രിജറേറ്ററിൻ്റെ ഫിഗറാണ്. അവിടെ വർക്ക് ഫ്ലോ നോക്കൂ, അതായത് എങ്ങനെ വരുന്നത്, കോൾഡ് ബോഡിയിൽ നിന്ന് നിങ്ങൾ നേരെ റെഫ്രിജറേറ്ററിലേക്ക്, ദെൻ ഹോട്ട് ബോഡിക്ക്, അങ്ങനെയാണ് അതിൻ്റെ ഫ്ലോ വരുന്നത്. പിന്നെ അതുപോലെ തേർഡ് ഫിഗർ ഏതാണ്, ഹീറ്റ് പമ്പാണ്. ഹീറ്റ് പമ്പിൽ എങ്ങനെ, അതായത് നിങ്ങളുടെ റെഫ്രിജറേറ്ററിൻ്റെ അതേ സെയിം വർക്ക് ഫ്ലോ ഡയഗ്രാമാണ് ഇതിൽ വരുന്നത്, ഹീറ്റ് പമ്പിലും വരുന്നത്. ഓക്കെ, ഈ ഒരു 3 ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യണം. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് എഞ്ചിൻ, റെഫ്രിജറേറ്റർ ആൻഡ് ഹീറ്റ് പമ്പാണ് ഈ ഒരു ഫിഗർ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു ഹീറ്റ് എഞ്ചിൻ്റെയും അതുപോലെ റെഫ്രിജറേറ്ററിൻ്റെയും ഹീറ്റ് പമ്പിൻ്റെയും വർക്ക് ഡണ്ട ഇക്വേഷൻ നോക്കണം. ഓക്കെ, ഹീറ്റ് എഞ്ചിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്, COPയുടെ COP ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. അതെങ്ങനെ വരും, WE ഡിവൈഡഡ് ബൈ Q2. അത് നമുക്ക് മുകളിലത്തെ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇറ്റ്സ് ഈക്വൽ ടു Q2 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q2. ഓക്കെ, ഇൻ കേസ് ഓഫ് റെഫ്രിജറേറ്റർ എങ്ങനെയാണ്, റെഫ്രിജറേറ്ററിന്റെ COP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 ഡിവൈഡ് ബൈ വർക്ക് ഡൺ. അപ്പൊ എങ്ങനെ വരാം, Q1 ഡിവൈഡഡ് ബൈ Q2 മൈനസ് Q1. ഓക്കെ, ഇനി അടുത്തത് ഹീറ്റ് പമ്പ്. ഹീറ്റ് പമ്പിന്റെ ഇക്വേഷൻ എങ്ങനെ വരും, ഹീറ്റ് പമ്പിന്റെ ഇക്വേഷൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് എയർ റെഫ്രിജറേഷൻ വർക്കിംഗ് ഓൺ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളാണ്. ഇതൊരു സൈക്കിളാണ്, അതായത് റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്ന ഒരു സൈക്കിളാണ്. ഇവിടെ നമുക്ക് 2 ഡയഗ്രാംസാണ് പഠിക്കാനുള്ളത്. ഒന്ന്
പ്രഷർ വോളിയം ഡയഗ്രം, 2 ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രം. ഇതിൽ നിങ്ങൾ പ്രോസസ് 1 to 2 ഐസെൻട്രോപിക് കംപ്രഷൻ. എന്താ ഐസെൻട്രോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ TS ഡയഗ്രത്തിൽ നോക്കൂ, അതായത് എൻട്രോപ്പിയിൽ 1ഉം 2ഉം കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, എൻട്രോപ്പി ഈസ് കോൺസ്റ്റന്റ്. S1 ആണ്, S ആണ് എൻട്രോപ്പി ഡിനോട്ട് ചെയ്യുന്ന, S1 ഈക്വൽ ടു S2. സോ ഐസെൻട്രോപിക് ആണ്. പിന്നെ എന്താണ്, കംപ്രഷൻ ആണ്. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ രണ്ടാമത്തെ പ്രഷർ വോളിയം ഡയഗ്രം നോക്കുമ്പോൾ എന്താണ്, പ്രഷറും കൂടി വോളിയം കുറഞ്ഞു. പ്രഷർ കൂടി വോളിയം കുറയുന്നതിനാണ് എന്ത് പറയുക, കംപ്രഷൻ എന്ന് പറയുക. സോ 1 to 2 പ്രോസസ് ഈസ് ഐസെൻട്രോപിക് കംപ്രഷൻ. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫ് നോക്കൂ. പ്രഷർ വോളിയത്തിൽ എന്താണ്, 1നെ കമ്പയർ ചെയ്യുമ്പോൾ 2ല് പ്രഷർ കൂടി ബട്ട് ദ വോളിയം റെഡ്യൂസ് ചെയ്തു. ഓക്കെ, ഇനി TS ഡയഗ്രത്തിലോ 1ഉം 2ഉം നോക്കുമ്പോൾ എങ്ങനെയാണ്, ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ് ബട്ട് ദ എൻട്രോപ്പി ഈസ് കോൾഡ്. ഓക്കെ, അതാണ് 1 to 2 പ്രോസസ്. സോ 1 to 2 പ്രോസസ് ഈസ് കോൾഡ് ഐസെൻട്രോപിക് കംപ്രഷൻ. അതാണ് ഈ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കിക്കോളൂ. ഓക്കെ, അടുത്തത് 2 to 3. ഇതെങ്ങനെയാണ്, ഐസോതെർമൽ കംപ്രഷൻ. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്. 2 to 3 നോക്കൂ, ഈ ഗ്രാഫിൽ TS ഗ്രാഫിൽ 2 to 3 നോക്കുമ്പോൾ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ് ബട്ട് ദ എൻട്രോപ്പി എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. ഇൻ കേസ് ഓഫ് PV ഡയഗ്രം 2ഉം 3ഉം കമ്പയർ ചെയ്യുമ്പോൾ 3ല് പ്രഷർ കൂടി വോളിയം ഓൾസോ റെഡ്യൂസ്ഡ്. അപ്പോൾ എന്താണ്, കംപ്രഷൻ തന്നെയാണ്, പക്ഷേ ഐസോതെർമൽ ആണ്. ഐസോതെർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ് ബട്ട് പ്രഷർ ആൻഡ് വോളിയം, പ്രഷർ കൂടി വോളിയം കുറഞ്ഞു, അപ്പോൾ കംപ്രഷൻ. അപ്പോൾ ദിസ് 2 to 3 പ്രോസസ് ഈസ് ഐസോതെർമൽ കംപ്രഷൻ. ഇനി 3 to 4 നോക്കൂ. ഇതും ഒന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കിയാൽ മതി. പ്രോസസ് 3 to 4. 3 to 4 എങ്ങനെ വരുന്നത്, നമുക്ക് ഈ ഗ്രാഫ് നോക്കി മനസ്സിലാവാം. 3 to 4 entropy is constant, so it's an isentropic process, and ഇവിടെ എന്താ ചെയ്യുന്ന, pressure is reduced and volume is increased. That means അപ്പോൾ എന്ത് നമുക്ക് പറയാം, അതായത് isentropic എക്സ്പാൻഷൻ, അതായത് ഇവിടെ എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. 3 to 4 എക്സ്പാൻഷൻ ആണ്. സെയിം അതുപോലെ തന്നെ 4 to 1 എങ്ങനെയാണ്, ഇവിടെ ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ്. വെൻ കമ്പയറിംഗ് 4 and 1, 0.4 and 1 നോക്കുമ്പോൾ എന്താണ്, ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്. സോ അപ്പോൾ എന്താണ്, ഐസോതെർമൽ എക്സ്പാൻഷൻ. അതായത് 4 to 1 നോക്കുമ്പോൾ ഈ ഒരു പ്രഷർ വോളിയം ഡയഗ്രത്തിൽ 4ഉം 1 നോക്കുമ്പോൾ എങ്ങനെയാണ്, the pressure is reducing and the volume is increasing. So അതെന്താണ്, ഐസോതെർമൽ എക്സ്പാൻഷൻ. ഇത്രയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്ന ഈ പറഞ്ഞ എയർ റെഫ്രിജറേഷൻ വർക്കിംഗ് ഓൺ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ. അപ്പോൾ ഇതിൽ ഈ ഒരു PV ഡയഗ്രാം അതുപോലെ TS ഡയഗ്രാം എങ്ങനെയാണ് നമ്മൾ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് പോസ് ചെയ്ത് നോക്കൂ. PV ഡയഗ്രാം TS ഡയഗ്രാം എങ്ങനെയാണെന്നുള്ളതൊന്ന് പോസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഇക്വേഷൻ ആണ്. COP കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് കാണുമ്പോൾ എങ്ങനെ വരും, ഹീറ്റ് അബ്സോർബ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ. അത് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഫൈനൽ ഇക്വേഷൻ ആയിട്ട് വരും COP ഓഫ് റെഫ്രിജറേഷൻ ഈക്വൽ ടു T1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. നിങ്ങൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മുടെ എയർ റെഫ്രിജറേഷൻ വർക്കിംഗ് ഓൺ ബെൽ കോൾമാൻ സൈക്കിൾ അല്ലെങ്കിൽ റിവേഴ്സ്ഡ് ബ്രൈറ്റൺ സൈക്കിൾ. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ഡയഗ്രാം വരുന്ന ഒരു ബേസിക് റെഫ്രിജറേഷൻ്റെ വർക്കിംഗ് ഡയഗ്രാമാണ്. കംപ്രസർ ഉണ്ട്, റെഫ്രിജറേറ്റർ ഉണ്ട്, എക്സ്പാൻഡർ ഉണ്ട്, അതുപോലെ എന്തുണ്ട്, ഒരു കൂളറും ഉണ്ട്. ഓക്കെ, ഇതിൽ ബെൽ കോൾമാൻ സൈക്കിൾ വരുമ്പോൾ നിങ്ങൾ നോക്കൂ, ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് പ്രഷർ വോളിയം ഡയഗ്രാണ്, അതുപോലെ രണ്ടാമത്തത് ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാണ്. ഓക്കെ, ഇതിൽ പ്രോസസ് 1 to 2 നോക്കൂ. 1 to 2 നിങ്ങൾ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രത്തിൽ 1 to 2 നോക്കുമ്പോൾ 1ലും 2ലും എൻട്രോപ്പി ഈസ് കോൺസ്റ്റന്റ്. സോ അതെന്താണ്, ഐസെൻട്രോപിക് പ്രോസസ്സാണ്. ഐസെൻട്രോപിക് പ്രോസസ്സാണ്. ദെൻ ഇവിടെ എങ്ങനെ, പ്രഷർ വോളിയത്തിൽ എങ്ങനെയാണ്, പ്രഷർ ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് ദ വോളിയം റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണ്, ഐസെൻട്രോപിക് compression. Okay, isentropic compression. 1 to 2 is isentropic compression. ഇനി നെക്സ്റ്റ് നമുക്ക് 2 to 3 നോക്കാം. 2ഉം 3ഉം പോയിന്റുകൾ നോക്കൂ. അപ്പോൾ എന്താ ചെയ്തേ, എൻട്രോപ്പി കുറഞ്ഞു, അതുപോലെ ടെമ്പറേച്ചറും എന്ത് ചെയ്തു, കുറഞ്ഞിട്ടുണ്ട്. 2ഉം 3ഉം കമ്പയർ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ എൻട്രോപ്പിയും കുറഞ്ഞിട്ടുണ്ട്. ഇനി പ്രഷർ വോളിയത്തിലോ, ഇവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആണ് ബട്ട് വോളിയം റെഡ്യൂസ് ആയി. അപ്പോൾ അതെന്താണ്, ഐസോബാറിക്, അതായത് പ്രഷർ ഈസ് കോൺസ്റ്റന്റ്, സോ ഐസോബാറിക് ആണ്. പിന്നെ എന്താ ഉള്ളത്, ഐസോബാറിക് കംപ്രഷൻ ആണ്. അതായത് എന്താ ചെയ്ത, ഈ ഗ്രാഫിൽ നോക്കിയാൽ, ഈ ഒരു പ്രഷർ വോളിയം ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാവും, വോളിയം കുറയാ ചെയ്തത്, അപ്പൊ അത് കംപ്രഷൻ. അപ്പൊ എന്താണ്, ഐസോബാറിക് കംപ്രഷൻ. അതുപോലെ 3 to 4 നോക്കൂ. 3ഉം 4ഉം കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ആദ്യം നമുക്ക് ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രം നോക്കാം. ഹിയർ എൻട്രോപ്പി ഈസ് കോൺസ്റ്റന്റ് ആൻഡ് പിന്നെന്താണ് 3ഉം 4ഉം നോക്കുമ്പോൾ എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്തു. അതുപോലെ ഇവിടെ വരുമ്പോഴോ പ്രഷർ കുറഞ്ഞു,
അതുപോലെ വോളിയം കൂടി. അപ്പോൾ അത് എന്ത് പ്രോസസ്സായിട്ട് മാറും? 3 to 4 ഈസ് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ. ഐസെൻട്രോപിക് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി ഈസ് കോൺസ്റ്റന്റ്, എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഈസ് റെഡ്യൂസിങ് ആൻഡ് ദ വോളിയം ഈസ് ഇൻക്രീസിങ്. പ്രഷർ കുറഞ്ഞ് വോളിയം കൂടുന്നതിനാണ് എക്സ്പാൻഷൻ എന്ന് പറയുക. അപ്പോൾ എന്തായി? ഐസെൻട്രോപിക് എക്സ്പാൻഷൻ. ദെൻ അടുത്തത് 4 to 1. 4 to 1 നമുക്ക് എന്തറിയാം? 4ഉം 1ഉം കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ നോക്കൂ, 4ഉം 1ഉം കമ്പയർ ചെയ്യുമ്പോൾ പ്രഷർ ഈസ് കോൺസ്റ്റന്റ്. സോ ഐസോബാറിക് ആണ് നമുക്ക് മനസ്സിലായി. ഇനി എന്താ ചെയ്തത്? വോളിയം എന്താ ചെയ്തത്? വോളിയം കൂടി. അപ്പോൾ വീണ്ടും എന്താണ്? ഐസോബാറിക് എക്സ്പാൻഷൻ. മനസ്സിലായോ? അപ്പോൾ എന്താണ് 4 to 1? എന്താണ് 4 to 1 ഈസ് ഐസോബാറിക് എക്സ്പാൻഷൻ, അല്ലെങ്കിൽ അവിടെയാണ് ഹീറ്റ് അബ്സോർപ്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പ്രഷറും വോളിയം ഡയഗ്രാം ഈസി ആയിട്ട് വരയ്ക്കാൻ കഴിയും. ഇതൊന്ന് പോസ് ചെയ്ത് നോക്കിക്കോളൂ. ഇത് നമ്മുടെ ബെൽ-കോൾമാൻ സൈക്കിളിന്റെ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം ആണ്. അതുപോലെ ഇത് ബെൽ-കോൾമാൻ സൈക്കിളിന്റെ പ്രഷർ വോളിയം ഡയഗ്രാം ആണ്. ഓക്കെ, ഇത് റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാംസിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ബെൽ-കോൾമാൻ സൈക്കിൾ അല്ലെങ്കിൽ റിവേഴ്സ് ബ്രൈറ്റൺ സൈക്കിൾ, അതുപോലെ എക്സ്പ്ലെയിൻ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ. ഈ ക്വസ്റ്റ്യൻ എല്ലാം ഈ രണ്ടെണ്ണം നമ്മളിവിടെ വൃത്തിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.